നല്ല രാത്രിക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രതീക്ഷിതമായിട്ടാണെങ്കിലും ദൈവം ഒരുക്കിയ ഏറ്റവും മനോഹരമായ ഒരു സുദിനമാണ് ഇന്ന് രാത്രി ദൈവപാദപീഠത്തിലായിരിക്കുക എന്നുള്ളത്. കുറച്ചു പേര് എങ്കിലും ഇന്ന് രാത്രി ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ വീഡിയോയിൽ വരാൻ കഴിഞ്ഞാൽ സന്തോഷമായിരുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താനുദാസി മിലക സിസ്റ്റർ, അതുപോലെ തന്നെ പ്രിയ എലിസബത്ത് സിസ്റ്റർ, ഷീബ, അഡീനീസിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, മാത്യു, അഡീനീസിലുള്ള പ്രിയപ്പെട്ടവർ, ഷാജി, അതുപോലെ ജേക്കബ്, പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഉദാസങ്ങളെ കൊണ്ട് നിറഞ്ഞ ഓരോ ദിനങ്ങൾ നമ്മളെ വിട്ട് കടന്നു പോകുന്നു. എന്നാൽ അവിടെയെല്ലാം നമ്മെ അത്ഭുതകരമായി വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിലും നമ്മൾ ദൈവപാദപീഠത്തിങ്കൽ വന്നിരിക്കുമ്പോൾ ഇന്ന് പ്രഭാതം മുതൽ ഈ പ്രദോഷം വരെയും നിരവധി പ്രതികൂലങ്ങളിലൂടെ നാം കടന്നുപോയെങ്കിലും അവിടെ ഒന്നും ക്ഷീണിച്ചു പോകാതെ നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എന്നൊരു ചിന്ത, ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഹൃദയം ക്ഷീണിക്കാനുണ്ടായ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് എങ്ങനെ അതിൽ നിന്ന് നമുക്ക് ധൈര്യത്തോടെ മുന്നേറാൻ കഴിയും എന്നുള്ളൊരു സന്ദേശം നിങ്ങളുമായി പങ്കുവെച്ച് ദൈവസന്നിധിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും വ്യക്തമായി കേൾക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സന്ദേശം ഇതിലെ സിസ്റ്ററിലൂടെ കേൾക്കുവാനിടയായി. ശക്തമേറിയ ദൈവിക സന്ദേശമാണ് നാം കേട്ടത്. ആ ദൈവിക സന്ദേശം ഞാനും അല്പം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ തുടർന്നുള്ള സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ആധാരമായി ഒരു ദൈവവചനം നമുക്ക് വായിക്കാം. യോനയുടെ പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. യോനയുടെ പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വായിക്കാം പാസ്റ്റർ. യോന 4:8. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ടമുള്ളൊരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി, വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു, മരിച്ചാൽ കൊള്ളാം എന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ആമേൻ. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ എനിക്ക് മരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി യോനയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, യോന തന്നെയാണ് ഈ പുസ്തകം എഴുതിയെന്ന് ഗ്രന്ഥകർത്താക്കന്മാർ അഭിപ്രായം പറയുമ്പോൾ BC 760 വളരെ ശക്തമേറിയ ദൈവിക ദൂതുകൾ അത് നിനവെ ജനത്തോട് അറിയിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ആ കാലഘട്ടത്തിലെ ശക്തനായ ഒരു പ്രവാചകനായിരുന്നു ഈ യോന പ്രവാചകൻ. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ, ദൈവിക പദ്ധതികൾ അത് ദൈവം ചെയ്തു വെക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നത്, ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദൈവം ആരെയാണ്, എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയത്തില്ല. കാരണം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവിക പ്ലാനുകൾ അത് കൃത്യമായി ചെയ്തെടുക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത് മനുഷ്യരെ ഉപയോഗിച്ചിട്ടുണ്ട്, പ്രകൃതിയെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്, മൃഗങ്ങളെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊരിക്കലും പിടിക്കാൻ കഴിയത്തില്ല. ഇവിടെ നിനവയോടുള്ള ബന്ധത്തിൽ ദൈവം അതിനുവേണ്ടി സജ്ജമാക്കിയത്, ഒരു ദൈവിക സന്ദേശം പറയുക ദൈവം ഒരുക്കിയത് യോന പ്രവാചകനെയാണ്. നമുക്ക് യോനയെ കുറിച്ച് പഠിക്കുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 25-ാമത്തെ വാക്യം. 2 രാജാക്കന്മാർ 14:25. ആമേൻ, സ്തോത്രം. 2 രാജാക്കന്മാർ 14:25.
ഹെഫർക്കാരനായ അമിത്തായുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്തത്. വചനപ്രകാരം അവൻ ഹമാത്തിന്റെ അതിർ മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രായേലിന്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി. നോക്കണം, അപ്പോൾ യോനയെ കുറിച്ച് പറയുന്നത് ഗത്ത് ഹെഫർക്കാരനായ അമിത്തായിയുടെ മകനായ യോനാ പ്രവാചകൻ. ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത Welcome to NC Music World. Bluetooth mode. Connected. ഉറപ്പോടെ നമുക്ക് പറയാൻ കഴിയും, അവിടെ സംശയത്തിന് ആവശ്യമില്ല. ഇന്ന് രാത്രി നിശംശയം ഞങ്ങളോട് പറയട്ടെ, ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടി ഒരു വ്യക്തിയെ അവിടെ വ്യക്തിയെടുത്താൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളെ അല്ല തിരഞ്ഞെടുക്കുന്നത്, ഇല്ലാത്തവരെ ഇത് കഴിഞ്ഞാൽ ലോകത്തിന് മുന്നേ ഇവിടെ പിതാക്കന്മാർ പലതിനും അടിസ്ഥാനമിടുന്നതിന് മുന്നേ ദൈവം നമ്മളെ അടിസ്ഥാനമിട്ട് നമ്മളെ കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവവചനം ധ്യാനിക്കാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂട്ടായ്മ ദൈവം ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട, ഇതിലൂടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. ഇത് ചില ദൈവമക്കളുടെ ഉണർവിനും ദൈവിക വിടുതലിനുമാണ്. അതിന് ദൈവിക പ്രവർത്തികൾ, ദൈവിക പദ്ധതികൾ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് പോലെ വലിയ കൂട്ടം, വലിയ ജനസമൂഹം, വലിയൊരു സമുദ്രം പോലെ കിടക്കുന്ന ജനക്കൂട്ടത്തിനിടയിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഒറ്റയ്ക്കുമ്പോഴും ഏകാന്തതയുടെ പ്രതിസന്ധിയുടെ നടുവിലും ക്ഷീണിച്ചിരിക്കുന്നവൻ ആരാണെങ്കിലും അവനെ ധൈര്യപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, ഉണർത്തുന്ന, എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി പറഞ്ഞാട്ടെ. ഇവിടെ യോന എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, പ്രാവണമാണ്. അപ്പൊ BC 760 ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുമ്പോ ഒത്തിരി കാര്യങ്ങളുണ്ട്. യോനോട് ദൈവം കൊടുക്കുന്ന ഒരു ആജ്ഞ, അത് കഴിഞ്ഞ് യോന യാത്ര ചെയ്യുന്നു. ആർക്ക്? ദൈവിക ആലോചനയായിട്ട് യോന യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ്? ദൈവിക ആലോചനയ്ക്ക് വിപരീതമായ യാത്ര വ്യക്തിയാണ്. പക്ഷെ ദൈവം ഒരു പദ്ധതി കണ്ടാൽ ഇനി എങ്ങനെ ജനത്തിലേക്ക് പോയാലും എങ്ങനെ വാക്തത്വം നമ്മുടെ മേൽ കിടപ്പുണ്ടെങ്കിൽ വഴിമാറി സഞ്ചരിച്ചാലും പറയുകയാണ്. ഭാരപ്പെട്ടിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നു. അയ്യോ, ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചു, ആരാധിച്ചു, ദൈവത്തിനോട് നിന്ന് എന്നിട്ടുണ്ട് എന്റെ തലമുറകൾ, എന്റെ കുഞ്ഞുങ്ങൾ ആ ഒരു പാതയിലേക്ക് ഞാൻ ഉപേക്ഷിക്കുന്ന പോലെ, പ്രാർത്ഥിക്കുന്ന പോലെ ഇല്ലാത്തത് എന്നൊക്കെ ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നത്, എത്ര വഴിതെറ്റി പോയാലും മടക്കിക്കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. വഴി ഒഴിച്ചാലും ആമേ ദൈവം ഉദ്ദേശിക്കുന്ന പാതയിലേക്ക് നിർത്തരുത്, ഉപവാസം നിർത്തരുത്. ദൈവികമായ ആലോചനയ്ക്ക് കീഴ്പ്പെടുക, ദൈവത്തിൽ പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. വ്യക്തമായി വീണ്ടും എന്നെ അവൻ ഒന്നുകൂടെ തട്ടി ഉണർത്തി ഇടപെടുകയും, ഇതിനകത്ത് എനിക്ക് ആരെയും പരിചയമില്ല, പക്ഷേ ഇതിനകത്ത് പറയട്ടെ, നിന്റെ ഭാരത്തിന്മേൽ, നിന്റെ പ്രാർത്ഥന മനുഷ്യന്മേൽ ഇറങ്ങി വന്ന് വീട്ടിടുന്ന ദൈവമുണ്ടെന്ന് നീ മടുത്തു പോകരുത്. വഴിമാറി
ദൈവസ്ഥനിൽ വിശ്വാസത്തോട് പ്രവർത്തിച്ച് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. തീർച്ചയായും 4-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റ് അവിടെ കാണുന്നുണ്ട്. താൻ ആരെന്ന് യോന ഏറ്റുപറയുന്നു. കപ്പലിൽ പ്രയാസം നേരിട്ടപ്പോൾ നറുക്കിടുകയാ. പ്രിയമുള്ളവരെ, ഇതിനകത്തൊരു ദൂത് പറയട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് വന്നിട്ടില്ലെങ്കിലും ആ ഇൻട്രക്ഷനിൽ നിന്നുകൊണ്ട് ദൂത് തരികയാണ്. എന്നൊക്കെ നീ കാണിച്ച് എന്തെല്ലാം പരിപാടികളൊക്കെ ചെയ്താലും ദൈവം പറഞ്ഞ വഴി അച്ഛൻ നീ പോയതെങ്കിൽ നറുക്ക് ഉറപ്പാ. ദൈവം പറഞ്ഞ വഴി അല്ല നീ സഞ്ചരിക്കുന്നെങ്കിൽ ഇത് ചെയ്തത് ആരാണ്, ഇത് പ്രവർത്തിച്ചത് ആരാണ് എന്ന്, ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രശ്നം സൃഷ്ടിച്ചാൽ, ഒരു പ്രശ്നമുണ്ടായാൽ നീ ആ തുറക്കുവിലാൻ, നീയാണ് അതിന്റെ അകത്ത് അവന് സ്വതന്ത്രം നറുക്ക് നിനക്കായി വീഴത്തുള്ളൂ. കാരണം പിന്നെ കൊണ്ടുവരാൻ വേണ്ടിയാണേ ദൈവം. ഈറ്റുനോവിന്റെ ആരംഭം എന്ന് കേട്ടില്ലേ? എന്താ ഈറ്റുനോവിന്റെ ആരംഭം? ഈറ്റുനോവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആദ്യമാരുണ്ടെങ്കിൽ അവരെല്ലാം കുഞ്ഞുങ്ങളെ പ്രസവിച്ച കാലം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സാധാരണ വയറുവേദന വരാറുണ്ട്, സാധാരണ ശരീരത്തിൽ വേദന വരാറുണ്ട്. പക്ഷേ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റം, നമ്മുടെ വയറിനുണ്ടാകുന്ന മാറ്റം, അതിൽ നിന്നുണ്ടാകുന്ന ഒരു അസാധാരണ വേദന. സ്തോത്രം. ഇതുപോലെ ദൈവം ദൈവത്തിൻ്റെതാകുന്ന വഴിയിലേക്ക്, ദൈവിക വാക്തത്വത്തിലേക്ക്, ദൈവികമാകുന്ന പദ്ധതിയിലേക്ക് ഒരു വ്യക്തിയെ ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ അതിനകത്ത് ഇതുപോലെയുള്ള ചില വേദനകൾ വരും, ഇതുപോലെയുള്ള ചില പ്രതിസന്ധികൾ വരും. ചിലപ്പോൾ നമുക്ക് ഒന്നും പറ്റുന്നില്ല കർത്താവ്, എനിക്ക് വയ്യാതൊക്കെ പറയുന്ന നിലയിലേക്ക് വരും. പക്ഷെ ഇന്ന് രാത്രി അതിന്റെ നടുവിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റും അതിനിടയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ആമേ ശക്തമായി വിളിച്ചു പറയട്ടെ. ആമേ എത്ര വേദനയിലൂടെ കടന്നുപോയാലും നിന്നിലുള്ള ദൈവിക വാക്തത്വം പുറത്തു വരുമ്പോൾ ആമേ പ്രതീക്ഷിക്കാത്ത ദൈവിക നന്മകളെയും വാക്തത്വങ്ങളെ ദൈവം ഒരുക്കി അടുത്ത ലെവലിലേക്ക് നിന്ന് കൊണ്ടുപോകുവാനുള്ള ദൈവിക പ്രാണാണ് അത് വിശ്വസിക്കുന്നവരിന്റെ രാത്രി. ആമേ പിടിക്കാട്ടെ. ആ ഈറ്റുനോവിന്റെ വേദനയ്ക്കകത്ത്, ആ ഈറ്റുനോവിന്റെ വേദനയ്ക്കകത്ത് അടുത്ത റിസൾട്ട് എന്താണ്? We should understand what's the result. Result അത്ര വേദനിക്കുന്ന ആ വേദനയുടെ അങ്ങേ അറ്റ ഭാഷയെ പറയുന്ന നെല്ലിപ്പലകളുണ്ട്. സ്വന്തം വേദന അനുഭവിച്ചു കഴിഞ്ഞാൽ, എന്നാൽ ആ കുഞ്ഞിനെ പ്രസവിച്ചു വെക്കുമ്പോൾ, ആ അമ്മയുടെ മടിയിലേക്ക് ആ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ അവൻ ആ ചിരിക്കുന്ന മുഖം കുഞ്ഞിന് മുഖം തിരിക്കാം. പക്ഷെ ആ മുഖത്തേക്ക് ഒരു അമ്മ നോക്കുമ്പോൾ ആ അമ്മയുടെ മുഖത്ത് കഴിഞ്ഞ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ചു ചില മണിക്കൂറുകളായി അനുഭവിച്ച ആ വേദനയെല്ലാം മറന്നുകൊണ്ട് അമ്മ ആ കുഞ്ഞിനെ മുഖത്തേക്ക് നോക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ദൈവവൈദ്യനെ സംബന്ധിച്ച് ലോകത്തോട് വിട പറഞ്ഞ്, ലോകത്തോടുള്ള പാപത്തോട് വിട പറഞ്ഞ്, അന്ധകാര ശക്തിയോട് വിട പറഞ്ഞ് അതിന് ജയിച്ച് ഇന്ന് രാത്രി ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ അവൻ പ്രാരംഭമായി പരിശുദ്ധാത്മ ദൂതിനെ കൈമാറട്ടെ. ഇതുപോലെയുള്ള വേദനയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട. ഇത് ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന, ധൈര്യം പകരുന്ന, മുന്നോട്ടും നയിക്കുന്ന ഒരാത്മശക്തിയുണ്ട്. വാക്തത്വത്തിന്റെ ദൈവിക നന്മയുടെ ദൈവിക വിടുതലിന്റെ ഏറ്റവും അങ്ങേ അറ്റത്തെ നിമിഷത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ആ വേദന കൂടുന്നത്.
ആ ടൈമിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 2-ാം അധ്യായം 2-ാം വാക്യം കൂടെ നമ്മൾ വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് അറിയുന്ന വാക്യമാണ്. ദർശനത്തിന് ഒരു അവധി ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, വകത്തിലാണ് അതിന്റെ ബേസ്മെന്റിലിരിക്കുന്നത്. വാക്തത്വം വരും നിശ്ചയമാണ്. സമയം തെറ്റുകയില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിന് ബേസ്മെന്റ് ഇരിക്കുന്ന വരും നിശ്ചയം. ബേസ്മെന്റ് കണ്ടോ നിങ്ങൾ? ആ വാക്യത്തിന്റെ ബേസ്മെന്റ് പഠിക്കണം. ബാക്കിയെല്ലാം ദൈവം കൊണ്ട് വാക്തത്വമാണ്. അത് ഒത്തിരി കൊണ്ട് കൊണ്ടുപോയി. പക്ഷെ അതിന്റെ ബേസ്മെന്റ് ഇരിക്കുന്ന നിശ്ചയം. ഇന്ന് രാത്രി ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു യുവാക്കം ഇടിച്ചു പോകേണ്ട, ഭയപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ പുരാണ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ സ്വത്രം ഈ 4-ാം അധ്യായം 8-ലേക്ക് വരുമ്പോ ഇങ്ങനെ ജാതികളോട് ദൈവിക സന്ദേശം പറയുവാൻ ദൈവം യോനെ തിരഞ്ഞെടുത്തു. യോന വഴിമാറി സഞ്ചരിച്ചു. കഥയൊക്കെ നമുക്കറിയാം. അവിടെ കപ്പല് കറുകൾക്ക് നിന്ന് ആടി ഉലഞ്ഞും നറുക്ക് യോനയ്ക്ക് വീണും കൊടുത്ത് നേരെ കടലിലേക്ക് ഇട്ടും. യോന പറഞ്ഞു, ഇന്ന് ഇട്ടോ, ഞാൻ തന്നെയാ സമ്മതിച്ചു കേട്ടോ. ഇന്ന് പലപ്പോഴും സമ്മതിക്കുകയില്ല. പക്ഷെ യോന എന്ത് ചെയ്തു? സമ്മതിച്ചത് കൊണ്ട് കപ്പലിൽ നിന്ന് കടലിൽ വീണ യോന സമ്മതിക്കാൻ തയ്യാറായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. സ്വത്രം ഒരു മത്സ്യത്തെ അവിടെ കൽപ്പിച്ചാക്കിയിരുന്നു. മറ്റോടെ വരുന്നു. അമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? സമ്മതിച്ചുകൊണ്ട് യോനനെ എടുത്ത് കപ്പലിനെടുത്ത് കടലിലേക്ക് ഇട്ടപ്പോൾ അവിടെ വായിക്കുന്ന അങ്ങനെ തന്നെയാ. ദൈവം ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി. സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിലോ? വെള്ളം കുടിച്ചിട്ട് 1-ാം അധ്യായം അതിലെ ആ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. യോനയുടെ 17-ാമത്തെ വാക്യം. ഓക്കെ, 1:17. ഹല്ലേലൂയ. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. മതി, നമുക്ക് ആ ഒറ്റ പദം കിട്ടിയാൽ മതി. ദൈവം കൽപ്പിച്ചാക്കി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടേതായ ശരിക്കുള്ള കയ്യിലിരിപ്പ് അനുസരിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പലപ്പോഴും എടുത്തിട്ടതാ കടലിലേക്ക്. പക്ഷെ എപ്പോഴോ നീ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് വ്യക്തിപരമായ നമ്മുടെ ചിന്തകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്റെ തന്നെ കുഴപ്പമാണ്, ഇത് എന്റെ തന്നെ പ്രശ്നമാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒരു മത്സ്യത്തെ ദൈവം അപ്പുറത്ത് വെച്ചത്. അതുകൊണ്ടാണ് ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. അപ്പുറം വെച്ച് തീർന്നേനെ. സ്വത്രം. അപ്പോൾ അത് ഒരു കുറ്റസമ്മതം എന്ത് ചെയ്യാണ് യോന അവിടെ, ഒരു കുറ്റസമ്മതം യോന അവിടെ നടത്തി. അതിന്റെ റിസൾട്ട് അവിടെ കണ്ടു. സ്വത്രം. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ യോന മത്സ്യത്തിന്റെ അകത്തായിരുന്നു. യോനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ആവശ്യമൊന്നും എടുക്കുന്നില്ല. സ്വത്രം. അത് കഴിഞ്ഞ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ യോന ഇങ്ങനെ സ്വത്രം വളരെ കോപിച്ചു. യോനയുടെ പ്രസംഗം നിങ്ങൾക്കറിയാമോ? നിയമക്കാരോട് പറഞ്ഞു, നിങ്ങൾ നശിച്ചു പോകും. ഇന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവാചകൻ നമ്മുടെ വീട്ടിൽ വന്ന്
നിങ്ങളോട് പറയാണ്, നിങ്ങൾ നശിച്ചു പോകും. നിങ്ങൾ ചെയ്ത് തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്ന പാപമാണ്, നിങ്ങൾ ദൈവത്തോട് മത്സരിക്കുന്നു, നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തികളൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് നമ്മളോട് വന്ന് പറഞ്ഞാൽ അതോടെ ആ പ്രവാസിയെ കൊല്ലും, നമ്മൾ ചാവെന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. ഇനി തിരിച്ച് ഇവരെന്ത് ചെയ്തു? അനുദപിച്ചു. ദൈവസഭയിൽ അവർ അനുദപിച്ചു. അവർ രട്ടുടുത്ത് വെണ്ണീറിലിരുന്ന ജനം മുഴുവൻ ഉപവസിച്ച ഇവൻ മൃഗങ്ങൾ പോലെ ഉപവസിച്ചു. അവിടെ പ്രാർത്ഥിച്ചു, ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം ദൈവം മാറ്റി. എന്തിനാ യോന കോപിച്ചെന്നറിയാമോ? യോന ചെന്ന് പ്രവചിച്ചു നിങ്ങൾ നശിച്ചു പോകുക. അത് ദൈവം പറഞ്ഞ വാക്കാണ്, അല്ലാതെ. എന്നിട്ട് യോനോട് പറയുന്നുണ്ട്, ഇത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. നീ എന്നോട് പറഞ്ഞാലും നീ അവരെ രക്ഷിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ എന്നോട് പറഞ്ഞാലും അവർക്ക് വിടുതൽ കൊടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ചിന്തിച്ചു നോക്കിയേ, ഇതിലേക്ക് ഒത്തിരി മർമ്മങ്ങള്. ഒരു മാസം നിന്ന് പ്രസംഗിക്കാൻ തീരത്തില്ല. ദൈവിക മർമ്മങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതൊക്കെ ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുമ്പോൾ ഉണ്ടല്ലോ, അതിനെ ഡിവൈഡ് ചെയ്ത് ഒത്തിരി ഒരു പ്രബന്ധം അവതരിപ്പിക്കാറുണ്ട് അതിനകത്ത്. പക്ഷെ അങ്ങോട്ടല്ല, അതിന്റെ തോട്ട്സ് മാത്രം, അതിന്റെ ആ മെയിൻ ഒരു പോയിന്റ് മാത്രം ഞാൻ പറഞ്ഞു വിടാം. ആ പ്രവാചകൻ പിന്നെ ആ നിനവേക്കാരെ കുറിച്ച് പറയാത്തതില്ല, ദൈവത്തോട് പറയാത്തതില്ല. അതാ യോന. എങ്കിലും ദൈവം അവിടെ എന്ത് ചെയ്തു? സ്തോത്രം. ദൈവം എന്ത് ചെയ്തു? സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് വരുത്തി വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു റിസൾട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ദൈവം മുളപ്പിച്ച ഒരു ആവണക്ക്. ഞാനും വിചാരിച്ചു എന്ത് ഈ ആവണക്ക് മുളപ്പിച്ചതെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ ആവണക്ക് നിങ്ങൾക്കറിയാമോ? ആവണക്ക് എന്ന് പറഞ്ഞ മരത്തിന് എന്ത് തണലാണെന്നറിയാമോ? സ്തോത്രം. ആവണക്കെന്ന് പറഞ്ഞ മരത്തിന്റെ തണലും അതിന്റെ ചോട്ടിലിരിക്കുന്ന ഒരു മെഡിസിനാണ്. മത്സ്യത്തിന് വയറ്റി കിടന്ന യോനയില്ല. യോന വെളിയിൽ വന്നപ്പോൾ സ്കിന്നെല്ലാം എന്തായി മാറിക്കാണും. ഒരു പ്രത്യേക രീതിയിലോട്ട് അതിന്റെ സ്കിന്നൊക്കെ മാറിക്കാണും. നീ പുഴലേറ്റവരുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ആവണക്ക് നട്ടുണ്ടാക്കി അതൊരു മെഡിസിനാ. ഇപ്പൊ ദൈവം വലിയൊരു മെഡിസിൻ അവിടെ കൊടുത്തു. പക്ഷേ മെഡിസിൻ കൊടുത്താലും ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇത് നിമിത്തം യോന അങ്ങ് ഭയങ്കര സന്തോഷത്തിലിരിക്കുക. ഈ സന്തോഷത്തിലിരിക്കുമ്പോ ഒരു പണിയും കൂടെ കൊടുക്കുകയാണ്. അതാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ എന്ന് പറഞ്ഞാൽ അപ്പൊ തലയിൽ എന്തില്ല, മുടിയെല്ലാം പോയി കാണും. ഈ മത്സ്യത്തിനെ വയറ്റി കാണും. മുട്ടപ്പല എന്റെ പോലെയൊക്കെ ആയി കാണും. സ്വത്രം. അപ്പോൾ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാം. യോന പറഞ്ഞൊരു വാക്ക് കേട്ടോ, മരിച്ചാൽ കൊള്ളാം എന്ന്. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന. ബൈബിളിൽ രണ്ടുപേർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഏലിയാവ്, ഒന്ന് യോന. ഒരു രണ്ടുപേരും പറഞ്ഞത് എങ്ങനെയാ? മതി യഹോവേ, എനിക്ക് മരിക്കാം. പക്ഷെ കഴിഞ്ഞില്ല. ദൈവത്തിന് ഇനിയും ദൈവീയ വാഗ്ദത്തങ്ങൾ തരാനുണ്ട്. ഇനി ഞാൻ ചാവാൻ പോവാ, ഞാൻ മരിക്കാൻ പോവാ, അങ്ങ് തീരുമാനം എടുത്തൊക്കെ പോയേക്കാം. പക്ഷെ ദൈവം തന്നെ ആയുസ് നിന്റെ ബലഹീനതയിലും നിന്റെ പ്രതിസന്ധിയിലും നിന്റെ ഭാരങ്ങളിലും നിന്റെ കഷ്ടതയിലും നീ അതിനെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസനിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവമുണ്ട്, വിടുതൽ നൽകുന്ന ദൈവമുണ്ട്. ദൈവത്തിന് അടുത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മെ നയിക്കാനുണ്ടെന്ന്. അടുത്ത ഒരു ലെവലിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില ബന്ധങ്ങൾ നിനക്ക് ബന്ധനങ്ങളായി മാറും. ശ്രദ്ധിക്കണം, ചില ബന്ധങ്ങൾ നിനക്ക് ബന്ധനമായി മാറും.
ആ ബന്ധനം അറുക്കാൻ വേണ്ടി ചില ബന്ധങ്ങളെ മുറിക്കേണ്ടി വരും. എത്രപേർക്ക് മനസ്സിലാവുന്നുണ്ട്? ചില കട്ടിയായ ഒരു സംഭവമാണ്. ചില വൃക്ഷങ്ങൾ മുറിക്കാൻ വേണ്ടി മുറിക്കുന്നത് എത്രയെന്ന് ചോദിച്ചാൽ നിന്റെ ബന്ധനം അഴിക്കുന്നു. സ്വത്ര അപ്പൊ നിന്റെ ജീവിതം അകത്ത് വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ മടുത്തും മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോകുവാനല്ല. ഇന്ന് രാത്രി അതിനകത്ത് നിന്ന് പണിതെടുക്കുന്നൊരു ദൈവമുണ്ട്. കാരണം ദൈവത്താലാ സംഭവിക്കുന്നതെങ്കിൽ, ദൈവമാണ് ചെയ്യുന്നതെങ്കിൽ വിലാസത്തിന്റെ ആവശ്യമില്ല. അതിനോട് ചേർന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പിശാച് പരീക്ഷിക്കുന്നത് നിന്നെ ആണ്. പിശാച് പരീക്ഷിക്കുന്നത് നിന്നെ ഇല്ലാതെയാണ്. പിശാച് പരീക്ഷിക്കുന്നത് നിന്റെ കുടുംബത്തെ പോലെ മുടിച്ച് നീ ഭൂമിയിൽ നിന്ന് പോലെ തുടച്ചു മാറ്റാൻ പിശാച് പരീക്ഷിക്കും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം പരീക്ഷിക്കുന്നത് നിന്റെ വിശ്വാസത്തിന്റെ വർദ്ധനവിന് വേണ്ടിയാ, വാക്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാ, വാക്യങ്ങൾ നിനക്ക് വേണ്ടി തുറക്കുവാനാ. അത് ദൈവം ആരാണെന്ന് ഒന്നുകൂടെ നിന്നെ ബോധ്യപ്പെടുത്താനാണ്. നിന്റെ വീട്ടിൽ ദൈവം ഉണ്ട് എന്ന്, നിന്റെ ഹൃദയത്തിൽ ദൈവം ഉണ്ട് എന്ന്, നിന്റെ തലമുറയിൽ ദൈവം ഉണ്ട് എന്ന്, നിന്റെ വിഷയത്തിൽ ദൈവം ഉണ്ട് എന്ന്, നിന്റെ പ്രസിദ്ധയിൽ ദൈവം ഉണ്ട് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവത്തിന്റെ പരിശോധനകളിലൂടെ പരീക്ഷകൾക്ക് നിന്നെ കടത്തിയിടുന്നത്. ഒരിക്കലും നിന്നെ തകർത്ത് കളയാനല്ല, നിന്റെ ഇല്ലായ്മ ചെയ്യാനല്ല എന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മ കൂൾ പറയുകയും രാത്രി കൂടി പറയുന്നത് ചില പരിശോധനകളുടെ കടത്തുകൂടുന്നത്, പരീക്ഷകളുടെ കടത്തുകൂടുന്നത് തകർത്ത് കളയാനല്ല, ദൈവം അതിനകത്തുള്ളത് പണിതെടുക്കാൻ വേണ്ടിയാണ്. അവരെ എന്നോട് ഇടപെടുന്നത് ഇങ്ങനെയാണ്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് അവന്റെ ഏകജാതമായ വാക്തത്വ സന്തതിയായ ഇസഹാക്കിനെ മോറിയ മലയിൽ കൊണ്ട് യാഗമർപ്പിക്കാൻ പറഞ്ഞു. അവന്റെ ലാസ്റ്റ് മൊമെന്റ്, അവന്റെ അവസാനം യാഗമർപ്പിക്കുവാൻ ഉയർത്തിയപ്പോഴാണ് പിറകിൽ നിന്ന് വിളിയേറ്റത്. അത്രമേ ഭാരതിനെ കൈവെക്കരുത്. അവൻ ആ ലാസ്റ്റ് മൊമെന്റ്, ലാസ്റ്റ് നിമിഷം ഫൈനൽ സ്റ്റേജിലെത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ എല്ലാം കൈവിട്ടു, എല്ലാം കൈവിട്ടു എന്ന് പറയുന്നത് ഇതിനകത്ത് പരിശുദ്ധന്മ പറയുന്നു എല്ലാം കൈവിട്ടെന്ന് പറയുന്നിടത്ത് ദൈവം ചിലത് പണിയുവാൻ, ചില വഴികൾ കൊടുക്കുവാൻ ദൈവശക്തനെന്ന് പരിശുദ്ധാത്മാവിൽ ഊണ് പറയുകയാണ്. ആമേ അവിടെ പറയുന്നുണ്ട്, നിന്റെ വാക്തത്വ സന്തതി തന്നെ നിനക്ക് ദൈവം തന്നെ വാക്തത്വ സന്തതി തന്നെ അതിൽ കൂടെ തന്നെ ദൈവത്തെ കൂടെ ചെയ്യും. ദൈവങ്ങളുടെ അതിശയങ്ങൾ പ്രവർത്തിക്കും. ദൈവത്തിനൊന്നുമില്ല. എങ്ങനെ സംഭവിക്കും, എങ്ങനെ നടക്കും, ആരും വിമർശിക്കുന്നില്ല. നമ്മൾ നിരാശയോടെ പറയുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു അതിനകത്ത് പണിതെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ നിർത്തുവച്ചാതെ അത് മരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവിടെയാണ് യോനയോട് പറയുന്നു, അത് ഞാൻ നട്ടുണ്ടാക്കിയ അവിടക്ക്, ഇത് ഞാൻ വളർത്തുന്നവിടക്ക് ജീവിതം നീ എന്തിന് അത് ജീവിതം നീ എന്തിന് അത് നിരാശപ്പെടുന്നു. അവൻ അത് കുറ്റമെടുക്കാനാണെങ്കിൽ അത് പൊളിക്കാനെടുക്കുക. പക്ഷെ നിനക്ക് വേണ്ടി മറ്റൊന്ന് പണിയുവാൻ, മറ്റൊന്ന് വരുവാൻ, നിനക്ക് വേണ്ടുന്നത് നമ്മളെ കരുതുക ദൈവ ശക്തനാണെന്ന് പരിശുദ്ധ കുടുംബത്തിന്റെ ദൈവത്തിനെ ഇതിനകത്തിരിക്കുന്ന പല ദൈവങ്ങളുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ ജയിച്ച് സുരക്ഷിതമായി പ്രവർത്തിക്കാൻ കഴിയുന്നു. യോന ജീവിച്ചു പോയി. യോന തുടങ്ങിയപ്പോൾ യോന തിരിച്ചു പോയി. യോന തിരിച്ചു പോയി. വെയിൽ വന്നപ്പോൾ
അവനെ തുള്ളിയപ്പോൾ നിനക്ക് ദൈവത്തിനുള്ള വളർത്താത്ത ഒരു രാത്രി ഉണ്ടായിരുന്നെങ്കിൽ മറ്റൊരു നശിച്ചപ്പോൾ ഇതിനെ ക്ഷീണിച്ചപ്പോൾ മരിക്കാൻ മതിയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവ് ഇത് ശക്തമായി ഓരോട് ഹോമിയോട് ദൈവം അവിടെ കൊടുക്കുക. നീ നിന്റെ കൂടെ ഞാനുണ്ട് എന്ന വാസ്തവയിൽ ബലപ്പെടുത്തുക. അതിനോടൊരു വെളിപ്പാട് കൊടുക്കുക. ഇടങ്കായിട്ടും വലങ്കായിട്ടും തമ്മിൽ തിരിച്ചറിഞ്ഞിടാത്ത 1,20,000 മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലവേരോട് എനിക്ക് അയ്യോ ഭാഗം തൊണ്ണൂറ് ഇടയ്ക്ക് ഒരു ബ്രേക്ക് ചെയ്ത് പോണ പറയണേ. ഇപ്പൊ കേക്കാം. എന്നാലും എന്തോ ഒരു പ്രശ്നം ഉണ്ട്, എന്താന്നറിയില്ല. ഓക്കെ കേക്കാം. അവിടുത്തെ പ്രശ്നമാണ്, ഇവിടെ കുഴപ്പമില്ല. അവിടെ ഞാൻ പറയുന്നത് എനിക്ക് ആ ഡിവീസിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്. 2 ഡിവീസ് ഓൺ ആക്കിയിട്ടുള്ളത് ഒന്ന് ഓഫ് ചെയ്തിരണം സ്പീക്കർ. ഇപ്പോഴോ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, മെയിൻ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ക്ലിയറാ. അതാ വിഷയം. സെയിം കാര്യമാണ് യോനയോട് പറയുന്നത്. ഇടങ്കയും വലങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലറ മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലവിയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുത്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവം ശരിക്കും നമ്മളെക്കാൾ സിൻസിയറായി, നമ്മളെക്കാൾ ഒരു ഇന്നസെന്റ് ആയിട്ട് സംസാരിക്കുകയാണല്ലോ ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ഇവിടെ ദൈവം പറയുന്നത് എനിക്ക് അയ്യോഭാവം തോന്നണോ. നിങ്ങൾ ആ ഒരു ലാംഗ്വേജിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കും. യോനയോട് ദൈവം സംസാരിക്കുന്ന ആ സംഭാഷണം, ക്ഷീണിച്ചിരിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്ന യോനയോട് ദൈവത്തിന്റെ ആത്മാവ് അവിടെ സംസാരിക്കുന്ന ആ ഒരു വേ സ്വത്ര. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനകത്ത് ചിന്തിക്കുന്നു, ഇങ്ങനെ ഒരു ഗൂഗിൾ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സൂം പ്ലാറ്റ്ഫോം, ഒരു ഫേസ്ബുക്ക് ലൈവ്, അല്ലെങ്കിൽ ദൈവം നമുക്കൊരുക്കിയ മീഡിയ മിനിസ്ട്രീസുകൾ, അതുപോലെ തന്നെ ദൈവം നമുക്കൊരുക്കുന്ന ലൈവ് പ്രോഗ്രാമുകൾ, ഈ സന്ദേശങ്ങൾ ദൈവജനത്തിന് കൈമാറാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. അതുപോലെ ദൈവം നമ്മളെ കുറിച്ച് ജാതികളായിരുന്ന, അന്യരായിരുന്ന, പരദേശികളായിരുന്ന, ബലഹീനരായിരുന്ന, ക്ഷീണിതരായിരുന്ന നമ്മളെ കുറിച്ച് ദൈവത്തിന് അത്രമാത്രം ചിന്തയുണ്ടായിരുന്നു, ദൈവത്തിന് അത്രമാത്രം ഭാരമുണ്ടായിരുന്നു. നമ്മളോടൊരു അയ്യോ ഭാവം ദൈവത്തിനുണ്ടായിരുന്നു. നമുക്കില്ലാത്തത് പോലും, നമ്മൾ ചിന്തിക്കാത്തത് പോലും, ഈ നശിച്ചു പോകുന്ന ജനത്തെ കുറിച്ച് പോലും ദൈവത്തിനൊരു അയ്യോ ഭാവമുണ്ട്. പലപ്പോഴും നമ്മൾ പിറുപിറുക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ സാഹചര്യത്തിൽ, ഇസ്രായേൽ ദൈവം ഒരുക്കിയ എല്ലാ സാഹചര്യത്തിലും അവരുടെ ജീവിതത്തിനകത്തും ദൈവത്തിനൊരു അയ്യോ ഭാവം തോന്നിയിട്ടുണ്ട്. ദൈവം അവരോട് അവരെ നിലവിളിക്കുക, പ്രാർത്ഥിക്കുക, കരയുക, അവരുടെ നിരാശയിലൊക്കെ ദൈവത്തിന് അവരോട് മനസ്സലിവ് തോന്നിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ഞാൻ എടുത്ത സബ്ജക്റ്റിനകത്തോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ദൈവാത്മാവിന് വേറൊരു ലെവലിലോട്ട് ദൂരെ മാറ്റി വിട്ടു. പക്ഷെ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, അത് 4-5 പോയിന്റൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആ പോയിന്റൊക്കെ അവിടെ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവാത്മാവ് തന്ന ദൈവിക ദൂത്, ദൈവിക സന്ദേശം ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കട്ടെ. അത് നമ്മുടെ കർത്താവിന് നമ്മളോടൊരു ദയയുണ്ട്. ആരെ കാണുമ്പോൾ, നിന്റെ മടുപ്പ് കാണുമ്പോൾ, നിന്റെ ഇല്ലായ്മകളെ കാണുമ്പോൾ, ഹല്ലേലൂയ, കൈവിട്ട് കളയുന്ന ദൈവമല്ല, ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 15 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ.
മാസ്റ്റർ വിലാപങ്ങൾ ലാമന്റേഷൻസ് 5:15, ഓക്കെ. ഞങ്ങളുടെ ഹൃദയ സന്തോഷം ഇല്ലാതെയായി, ഞങ്ങളുടെ നൃത്തം വിലാപമായി തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി. ഞങ്ങൾ പാപം ചെയ്യുക കൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു. ഇത് നിമിത്തം ഞങ്ങളുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു. നോക്കണം, അവിടെ വിലാപങ്ങളുടെ പുസ്തകത്തിനകത്ത് യിരെമ്യാ പ്രവാചകൻ എന്തുകൊണ്ടാണ് ക്ഷീണം സംഭവിക്കുന്നത് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി വളരെ ഗൗരവപരമായി അവിടെ വിഷയം കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ പാപത്തിന്റെ ശക്തി നമ്മളിൽ വന്നാൽ നമ്മുടെ ഹൃദയം ക്ഷീണിക്കും, നമ്മുടെ മനസ്സ് ക്ഷീണിക്കും, രോഗം കടന്നു വരും. അതുകൊണ്ടാണ് കർത്താവിന്റെ തിരുമേശ നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ ദൈവവചനം വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്, അയോഗ്യമായി ഈ അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവൻ ദൈവത്തിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് ആരായി മാറും? കുറ്റക്കാരൻ. ചിലർ രോഗികളായിത്തീരും, ചിലർ ബലഹീനരായി മാറും, ചിലർ നിദ്ര കൊള്ളും. 3 സംഭവം നടക്കുകയും സോദര അവിടെ ഇത് വിഷയം അല്ലെങ്കിൽ ചേർത്ത് ഞാൻ ഒരു വാക്ക് പറഞ്ഞു വിടട്ടെ. എന്തുകൊണ്ടാണ് ചില ബലഹീനത മാറാത്ത? എന്തുകൊണ്ടാണ് ചില സോദര രോഗങ്ങൾ മാറാത്ത? എത്ര അഭിഷക്തമാ മാറി പ്രാർത്ഥിച്ചിട്ടും കാണിക്കാവുന്ന എല്ലാ ഹോസ്പിറ്റൽ കൊണ്ട് കാണിച്ചിട്ടും ചില രോഗങ്ങൾ മാറുന്നില്ല. അവർക്ക് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല രോഗം എന്താണ്. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ അതിനകത്ത് ഒരു കാര്യം മാത്രം പറഞ്ഞു വിടാം. അയോഗ്യമായി പാപം ചെയ്ത് ദൈവത്തോട് ഏറ്റുപറയാതെ അവൻ ആ അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഇവിടെ യിരെമ്യാവ് കരയുന്ന പ്രവാചകൻ തന്റെ വിലാപം നശിച്ചു പോകുന്ന ജനത്തെ കുറിച്ചായതുകൊണ്ട് ആവർത്തിച്ച് വിലാപങ്ങളുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ നൃത്തം വിലാപമായി തീർന്നു, നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ്? പാപം കടന്നു വന്നപ്പോ പാപത്തിൽ വീഴുമ്പോ ആരും കണ്ടില്ല എന്ന മനസാക്ഷി അവൻ കുറ്റപ്പെടുത്തുമ്പോൾ മനുഷ്യൻ കുറ്റം സമ്മതിക്കാതെ മറ്റുള്ളവരിൽ അത് പഴിചാരി അവർ കാരണം ഇവര് കാരണമെന്ന് സ്വയം ഒരു വിലയിരുത്തൽ നടക്കാതെ വരുമ്പോ നമ്മുടെ ഹൃദയം ക്ഷീണിക്കും, നമ്മൾ നിരാശരായിത്തീരും. കാരണം ചെയ്തത് തെറ്റാണെന്ന് ഉള്ളിൽ ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ പിടിച്ചു നിൽക്കാൻ വേണ്ടി മറ്റു പലരുടെയും മുകളിൽ അത് പഴിചാരുമ്പോൾ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, അവിടെ നാം തന്നെയാണ് സ്വയം ഇല്ലാതെയായി മാറുന്നത്. തെറ്റുകളെ ഏറ്റുപറഞ്ഞ് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് നിരപ്പ് പ്രാപിച്ചാൽ നമ്മുടെ കാണുന്നത് പോലെ അവിടെ ദൈവിക സന്തോഷം നിന്റെ മേൽ വരും, ദൈവിക ആനന്ദം നിന്റെ മേൽ വരും. അതെ, ദൈവിക പ്രവർത്തികൾ വെളിപ്പെടുവാനിടയായിത്തീരും. പത്രോസ് അവൻ 3 വട്ടം തള്ളിപ്പറഞ്ഞു. 3 വട്ടം തള്ളിപ്പറഞ്ഞപ്പോൾ തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ കടന്നു വരാമായിരുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ആ പത്രോസ് തന്റെ പാപത്തെ ഏറ്റുപറഞ്ഞപ്പോൾ, അനുദപിക്കാൻ തുടങ്ങിയപ്പോൾ താൻ ചെയ്ത് തെറ്റായി പോയി എന്ന മനോദുഃഖം വേദന നമ്മുടെ ഹൃദയത്തിലുണ്ടായപ്പോൾ അവൻ തല കാണ്ട് മരത്തിന്മേൽ ഇടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, അവൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന, അവൻ സ്വന്തം ആ മനോദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഞാനൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ആ പത്രോസിന്മേലാണ് ദൈവിക പദ്ധതികൾക്ക് അടിസ്ഥാനങ്ങൾ ആരംഭിച്ചത്. ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ടു. പക്ഷേ പത്രോസാണ് പുതിയ നിയമസഭയ്ക്ക്
ആദ്യ പ്രസംഗം കൊടുത്ത് ആമേൻ. ആദ്യ വലിയ ദൂത് കൊടുത്ത് ആമേൻ. ഹല്ലേലൂയ. എഴുന്നേൽപ്പിച്ച് 3000 പേര് രക്ഷിക്കപ്പെട്ടത്. ആമേൻ. ഇന്ന് ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് അനുരവിക്കാൻ തയ്യാറായ നിന്റെ ക്ഷീണം മാറും കേട്ടോ. ആമേൻ. ഒന്ന് രക്ഷിക്കാൻ തയ്യാറായ നിന്റെ വേദനകൾ മാറും. ആമേൻ. ഒന്ന് പ്രാർത്ഥിക്കാൻ, അതെ, ഒന്ന് ഉപവസിക്കാൻ, ആമേൻ. ദൈവത്തിന് സമർപ്പിക്കാൻ തയ്യാറായ അത് ആമേൻ. സ്ഥിതിഗതികൾ മാറും. ആമേൻ. ദൈവത്തിന്റെ ശക്തിയോടെ ഉപയോഗിക്കുമെന്നുള്ളതിൽ യാതൊരു ആമേൻ. സംശയമില്ല. ജീസസ് ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകത്തിനകത്ത് പറയുകയാണ്, നിങ്ങളുടെ നൃത്തം വിലാപമായി തീരും. സ്തോത്രം. നൃത്തം വിലാപമായി തീരും. സങ്കീർത്തനം 6:7 വായിച്ചാട്ടെ. സങ്കീർത്തനം 6:7. ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, എന്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു. ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, സകല വൈരികളെ നിമിത്തം സകല വൈരികളും നിമിത്തം ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു. ക്ഷീണിച്ചിരിക്കുന്നു. അങ്ങനെ ചില ക്ഷീണങ്ങൾ സംഭവിക്കും നമുക്ക്. ദുഃഖവും ആമേ ഹൃദയത്തിന്റെ വേദനകളും നിമിത്തം നമുക്ക് ക്ഷീണം സംഭവിക്കും. ഇതിനൊക്കെ മനോദുഃഖം എന്ന് പറയും. മനോദുഃഖം, മനോഭാരം. പക്ഷെ ഇന്ന് രാത്രി പറയട്ടെ, അവിടം കൊണ്ട് അസ്തമിക്കുന്നവനല്ല ദൈവം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അല്ല ദൈവം എഴുതൽ. സങ്കീർത്തനം 27:1 വായിച്ചാട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്. രാമാന സെക്യൂരിറ്റി ആന്തരേബി. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. സത്യമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? ആ, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ആമേൻ. യഹോവ എന്റെ വിളിച്ചും എന്റെ രക്ഷയും ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? സ്തോത്രം. എത്ര ശക്തമേറിയ ക്ഷീണം, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വന്നാലും റസിക്കോ റസിക്കാരമ. ചുറ്റിലുമൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഉണ്ട്. നിന്റെ യാത്രയിൽ നിന്റെ ക്ഷീണം മാറ്റാൻ ഒരു ദൈവമുണ്ട്. ഉദാന ഷേക്കോ റസിക്കാരമ. ഉണ്ട്. അബ്രീഷിക്കേരെ സ്യാന്തര ശാന്തര. ഓറിക ബാബാ ബാബാ ബാബാ. നിറയത്താണ് ഇരിക്കുന്നത്. ഷിക്കോ റസിക്കാരമ ശ്യാന്തര. ദൈവ കരുണി കണ്ടത് പദ്ധതികൾ ഒരുക്കി ആമേൻ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. പ്രിയ ഡിവിഷനിരിക്കുന്നവർ പരിശുദ്ധാത്മ പറയുക, അവയെ എനിക്ക് അവരെ അറിയത്തില്ലെങ്കിലും ദൈവാത്മ പറയുന്നു, യഹോവയാണ് നിന്റെ വെളിച്ചവും നിന്റെ രക്ഷയും. അവയെ നീ ഭയപ്പെടുന്ന സ്ഥാനത്ത്, നിരാശപ്പെടുന്നിടത്ത് ദൈവം നിന്റെ കൈപിടിച്ചുയർത്തുവാൻ ശക്തനാണ്. God is going to raise you up. God is your light and God is your salvation. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെയുണ്ട്. God is with you. തിരിച്ച് നൃത്തമാക്കുവാൻ ദൈവത്തിന്റെ Holy Spirit is going to change your mourning into dancing. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അതുകൊണ്ട് ശക്തമായിട്ട് കൈമാറുക. സ്തോത്രം. ഓ യേശുവിന്റെ നാമത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വിലാപത്തെ മുക്തമാക്കി തീർക്കാൻ കഴിയുന്ന ഒരു തമ്പുരാൻ നമ്മോട് കൂടെയുണ്ട്. ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ പറയണം. ദിവസങ്ങളിൽ എവിടെയാണോ നിനക്ക് പ്രശ്നം സംഭവിച്ചത്, നിരാശ വന്നത്, അവിടെ ദൈവത്തിന്റെ കൂടെയുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19:4 വായിച്ചാൽ 1 King 12:4 അല്ലേ? 1 King 19:4. 1 King 19:4. ഓക്കെ. ദാനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഏലിയാവ് ക്ഷീണിച്ച് ഭയപ്പെട്ട് അവിടെ നിന്ന് നിലവിളിക്കുന്ന ഒരു നിലവിളിയാണ് ദൈവത്തോട്. ഇതേ നിലവിളി ആ ലതാമൃത ഡിവിഷനിക്കുന്ന സിസ്റ്റോട് ദൈവം പറയുന്നത്. അത് ആ വേഗത്തിൽ അങ്ങോട്ടൊരു വചനം കടന്നുപോയത്. ക്ഷീണിച്ചിരിക്കുമ്പോ ഏയോ പറയുക, ഞാൻ ഇന്ന കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പം അയ്യോ എനിക്ക് പറ്റത്തില്ല, എനിക്ക് സാധിക്കത്തില്ല, അതുകൊണ്ട് ദൈവമേ അങ്ങ് എടുത്തോണേ, മതി മതി.
പക്ഷെ അവിടെ പറഞ്ഞൊരു വാക്ക് ഒന്ന് വായിച്ചാട്ടെ താഴോട്ട്. ഹല്ലേലൂയ. അങ്ങനെ അവൻ ചൂരിച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. താഴേക്ക് വായിക്കണോ പാസ്റ്റർ? അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കിൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2ാം പ്രാവശ്യം വന്നു അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ആമേൻ. മരിച്ചാ മതി എന്ന് പറഞ്ഞ ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ നിൽക്കുമ്പോ അവിടെ ലോകത്തെ ഒരു മനുഷ്യരും ഏലിയാവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച, ഏലിയാവ് ഉയർപ്പിച്ച, ഏലിയാവ് അവേ പല നിലകളിൽ എന്ന് പറഞ്ഞാൽ അവേ സാരഫാത്തിലെ വിധവയ്ക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നേടിക്കൊടുത്ത, അങ്ങനെ അനവധി നിരവധി അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ഏലിയാവ് മുഖാന്തരം നടന്ന ഏലിയാവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യഗണം പോലും തന്നെ ആശ്വസിപ്പിക്കുക, താൻ എവിടെയാണെന്ന് പോലും അന്വേഷിച്ചു വരാൻ പോലും തയ്യാറാകാതെ ഇരിക്കുമ്പോ ഈ ക്ഷീണിച്ച് ഈ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ മാനുഷിക കരങ്ങൾ ഏലിയാവിന് അനുകൂലമല്ലാതെയും ഏലിയാവിന് സഹായമായി വരാതെയും വിദൂരതയിലായിരിക്കുമ്പോ ഒരു കാര്യം ഞാൻ പറയുന്നത് അത് പറഞ്ഞിട്ടുണ്ട് എന്ന സന്ദേശം അവസാനിപ്പിക്കാം. ഏലിയാവിനെ ദൈവമയച്ച ദൂതൻ ഏലിയാവിന്റെ ക്ഷീണാവസ്ഥയിൽ തട്ടി എഴുന്നേൽച്ചു. ഏലിയാവിന് അപ്പവും വെള്ളവും കൊടുത്തു. അവൻ ഭക്ഷിച്ചു, ബലപ്പെട്ടു. ദൂതൻ കൊടുത്ത അപ്പം, ദൂതൻ കൊടുത്ത വെള്ളം ദൈവം അയച്ചിട്ടവൻ കൊണ്ടുവന്നത്. ഇത് കഴിച്ച് ഏലിയാവ് 40 രാവും 40 പകലും യാത്ര ചെയ്തു. അവൻ ഹോരേബോളം യാത്ര ചെയ്തു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ലോകം നിനക്ക് അനുകൂലമല്ലെങ്കിലും, ലോകം നിനക്ക് വിദൂരതയിലാണെങ്കിലും, ലോകത്തിന്റെ കരങ്ങൾ നിന്റെ അരികിലില്ലെങ്കിലും, ദൈവം അയച്ചു ചിലർ വന്ന, ദൈവം അയച്ചു ചിലത്തിന്റെ അടുക്കലെത്തിയ, ദൈവം അയക്കുന്നത് ദൂതനാണെങ്കിൽ, ദൈവം അയക്കുന്നത് ഒരു അസാധാരണമായ ഒരു വിടുതനാണെന്ന് അടുക്കൽ വരുന്നതെങ്കിൽ അത് അതിന്റെ ബലമെന്ന് പറയുന്നത് നീ ചിന്തിക്കുന്നതിലും നിനക്ക് Amen. Thank you, Jesus. Thank you, Holy Spirit. Adura sikara mana dhire dege shiko rasikaraba. Jesus salaba shakaraba. വീട് വീശിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് അതിനകത്തുനിന്റെ അവൻ ദീർഘദൂര യാത്രകളിൽ, ദീർഘദൂര ദൈവപ്രവർത്തികളിൽ മടുത്തു പോകാത്ത, ക്ഷീണിച്ചു പോകാത്ത അവൻ ഹാലലുയ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നിന്നെ മുന്നോട്ട് നയിക്കുക എന്റെ ദൈവത്തിന് കഴിയുമെന്ന്. Amen. Receive it, Daddy. Hallelujah. അന്ന് യോന ക്ഷീണിച്ചെടുത്ത് ദൈവം ഇറങ്ങി വന്ന് നടക്കുന്നു. യോനോട് പറഞ്ഞു, ഈ ഒരു ആവണക്ക് നിമിത്തം നീ ക്ഷീണിച്ചു പോയാ അവൻ ഈ മുന്നിൽ കാണുന്ന ഇത്രമാത്രം ജനത്തിന്റെ ഇടയിൽ ഞാൻ എന്തുമാത്രം അയ്യോഭാവം എനിക്കുണ്ടാകും. അതൊരു അടയാളമാണ്. നിന്റെ ക്ഷീണാവസ്ഥയിൽ ദൈവം നിനക്ക് ചില ബലം തരുന്നുണ്ടെങ്കിൽ ഒരു അടയാളമാണ്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തോട്, വരുന്ന തലമുറയോട്, സഭയോട് ദൈവത്തിന് ചെയ്യാനുള്ള ഒരു അടയാളമാണ്. ഇന്ന് രാത്രി അത് ദൈവം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് അവരോടുമുള്ളൊരു അയ്യോഭാവം, ദൈവത്തിന് അവരോടുള്ളൊരു കരുണ. ആ കരുണയിൽ ദൈവം പ്രവർത്തിക്കും. ഏലിയാവിന്റെ ജീവിതത്തിനകത്ത് ക്ഷീണിച്ചു പോയപ്പോൾ ആ ക്ഷീണാവസ്ഥയിൽ ദൈവം ഇറങ്ങി വന്നു. ദൈവം കൊടുത്ത അപ്പം, ദൈവം കൊടുത്ത വെള്ളം, ഇത് കഴിച്ചവന് പിന്നെ പുറകോട്ട് ഓടേണ്ട, അവൻ മുന്നോട്ടാ യാത്ര ചെയ്തു.
ഇത് കഴിച്ചവൻ വഴിയിലിരുന്ന് അയ്യോ അവന് മടുത്തെന്ന് പറയത്തില്ല. അവൻ ഹോരേബിൽ ചെന്നു. പിന്നെ ഏലിയാവിനെ നിങ്ങൾ കാണുന്നത് എവിടാന്നറിയാമോ? ഹോരേബോളം ചെന്ന ഏലിയാവ് പിന്നെ മേഘങ്ങൾ എടുക്കപ്പെടുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പിന്നെ ഏലിയാവ് മടുത്തെന്ന് പറയുന്നില്ല, ക്ഷീണിച്ചെന്ന് പറയുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. എവിടെയും ചത്തു മലന്ന് കിടക്കാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നേ, ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ എടുത്തു കൊണ്ടുപോയി. ആമേൻ. സ്തോത്രം. ഇവിടെ കരയുന്ന ഒരു യിരെമ്യാവുണ്ട്. പാപബോധം വന്ന് തന്റെ ബലഹീനതയിൽ അവൻ പാപത്തിൻ്റെതായ ശക്തി തന്നെ വേട്ടയാടിയപ്പോൾ അതിൽ നിന്ന് തന്നെ ജയിപ്പിക്കുന്ന, ആ ക്ഷീണാവസ്ഥയിൽ ക്ഷീണം മാറ്റുന്ന ഒരു കർത്താവ് ഉണ്ട് എന്ന് യിരെമ്യാവ് ശക്തമായി ഊരി പറയുകയാണ്. ഹല്ലേലൂയ. നൃത്തമാക്കി തീർത്തു. ഇന്ന് നൃത്തം വിലാപമായി മാറിയെങ്കിൽ ദൈവാത്മ പറയുന്നു, ആ വിലാപമായി മാറിയതിനെ വീണ്ടും മടക്കിക്കൊണ്ടുവന്ന് നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ദൈവമുണ്ട്. ആമേൻ. മനുഷ്യന്റെ കഴിവല്ല, ശക്തിയല്ല, പിന്നെയോ ദൈവം നിന്നോടുള്ള കരുണ കാണിക്കുന്നു. ഹല്ലേലൂയ. വെളിച്ചമായി നിന്റെ രക്ഷയായി നിന്റെ കരുണ ദൈവമായി കൂടെയുണ്ട്. ശത്രുക്കൾ എത്രമാത്രം ചുറ്റിലും നിന്നോട്ടെ, നിന്നെ എയ്യുവാൻ, നിന്നെ ഒതുക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു എത്ര ഭയമായി ശക്തമായി നിന്നോട്ടെ, പക്ഷെ പ്രവർത്തിക്കുന്ന ദൈവം കൂടെ. ആമേൻ. ആ ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സൂക്ഷിക്കും ദൈവത്തിന്റെ പരിപാലനവും ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കളെ, ഈ വചനത്തിന്റെ മർമ്മങ്ങൾ മറക്കരുത്. അത് യോനയുടെ ജീവിതത്തിൽ, യിരെമ്യാവിന്റെ ജീവിതത്തിൽ, ആമേ സ്തോത്ര, ഏലിയാവിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ഓർത്തുകൊള്ളണം. ക്ഷീണിച്ചു പോകരുത്. ഈ കാലഘട്ടത്തിലും ദൈവം നിങ്ങളെ പണിയുവാൻ, നിങ്ങളെ ഒരുക്കുവാൻ ദൈവം ഈ വചനങ്ങളാൽ സഹായിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ